പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സർക്കാരെ മാതൃഭൂമി ന്യൂസ് ഇന്ന് മുന്നോട്ട് വെക്കുന്നത് ഈ കഥകളിലൂടെയൊക്കെ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം, അവരുടെ പരാതികൾക്ക് പരിഹാരം ഉണ്ടാകണം എന്നത് മാത്രമാണ്. ഇനി നമ്മൾ പോകുന്നത് കൊച്ചിയിലേക്കാണ്. കൊച്ചിയിൽ വൻ തീപിടുത്തം. സൗത്ത് പാലത്തിനടിയിലുള്ള ആക്രി ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. സമീപ പ്രദേശങ്ങളിലെ ആളുകളെ ഒഴിപ്പിച്ചു. ഫയർഫോഴ്സും പോലീസും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി. തീ പടർന്നത് റെയിൽവേ ട്രാക്കിന് സമീപമായതിനാൽ ട്രെയിൻ ഗതാഗതത്തെയും ബാധിച്ചിരുന്നു. തീ നിയന്ത്രണ വിധേയമായതിനാൽ ആലപ്പുഴ വഴിയുള്ള ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. നമുക്കിപ്പോൾ വിവരങ്ങളുമായി രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, ഒരു വലിയ തീപിടുത്തമാണ് കൊച്ചിയിൽ ഉണ്ടായത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അവിടെ എങ്ങനെയാണ്? തീ നിയന്ത്രണ വിധേയമായി എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. വലിയ തീപിടുത്തമാണ് പുലർച്ചെ ഉണ്ടായത്. 2 മണിയോടുകൂടിയാണ് ഈ തീപിടുത്തം സംഭവിച്ചത്. തൊട്ടടുത്തുള്ള ഈ ആക്രിക്കടയോട് ചേർന്നുള്ള അജി എന്ന് പറയുന്ന ആളാണ് ഇത് ആദ്യം കണ്ടത്. തുടർന്ന് അജി വേഗത്തിൽ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. മാത്രമല്ല, ഈ തീ പടർന്ന ഘട്ടത്തിൽ അജിയുടെ അമ്മയടക്കം ഉണ്ടായിരുന്നു. അമ്മയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു. എന്തായാലും സമയോചിതമായിട്ടുള്ള ഇടപെടൽ പ്രദേശവാസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇതോടൊപ്പം തന്നെ ആക്രിക്കടയിൽ വലിയ തോതിൽ തീ പടർന്നു. തൊട്ടടുത്തുള്ള ഫയർഫോഴ്സ് യൂണിറ്റ്, ഗാന്ധിനഗർ യൂണിറ്റാണ് ഇവിടേക്ക് ആദ്യം എത്തിയത്. പിന്നീട് 15ഓളം യൂണിറ്റുകൾ ഇവിടേക്ക് വന്നു. അങ്ങനെ ഒരു ശ്രമകരമായ ദൗത്യമാണ് ഇവിടെ പ്രധാനമായും നടത്തിയത്. കാരണം ഈ ഏരിയ എന്ന് പറയുന്നത് ഈ ആക്രിക്കടയോട് ചേർന്ന് തന്നെ ഒരു പാതയാണ്, റോഡാണ്. തൊട്ടപ്പുറത്ത് റെയിൽവേ ലൈനാണ്. നമുക്കിപ്പോൾ നിൽക്കുമ്പോൾ പോലും തൊട്ടടുത്ത് ആ ഒരു ട്രെയിൻ പോകുന്ന ശബ്ദവും മറ്റു കാര്യങ്ങളും ഒക്കെ കേൾക്കാനും കഴിയും. അപ്പോൾ അത്ര തൊട്ടടുത്തുള്ള ഒരു ട്രാക്കുണ്ട്. കൂടാതെ മെട്രോ ലൈൻ കടന്നു പോകുന്നുണ്ട്. മാത്രമല്ല, സൗത്ത് ഓവർബ്രിഡ്ജ് ഇതിൻ്റെ അടുത്താണ്. കൂടാതെ തൊട്ടടുത്ത് ഒട്ടനവധി ലോഡ്ജുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തീ പടർന്ന് പുറത്തേക്ക് പോയാൽ അത് കൂടുതൽ നാശനഷ്ടങ്ങളും കൂടുതൽ വലിയ ഒരു പ്രശ്നങ്ങളിലേക്കും ഒക്കെ പോകുമെന്നത് വ്യക്തമായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ഫോഴ്സുകൾ ഇവിടേക്ക് എത്തുകയും ഈ ദൗത്യം ചെയ്യുകയും ചെയ്തത്. 2 മണിയോടുകൂടി തുടങ്ങിയ ദൗത്യം ഏകദേശം ഒരു 7-7:15 അവസാനിപ്പിച്ചു. എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് കാര്യങ്ങൾ അവസാനിപ്പിച്ച് മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ആളുകളും ഒക്കെ പോയിട്ടുണ്ട്. ഈ ആക്രിക്കടയ്ക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകൾ നടത്തുമെന്ന് ഫയർഫോഴ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തും, കേസെടുത്ത് അന്വേഷിക്കും. എന്തായാലും കൂടുതൽ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നും കൂടുതൽ കാര്യമായ നടപടികൾ ഇതിന്മേൽ ഉണ്ടാകുമെന്നുള്ളതാണ് രാഗിൻ പറഞ്ഞത്.